ശരിയാണോ വിഷ്ണു ഞാൻ കേൾക്കുന്നത്? ശരിയാണ്. ബാക്കിയൊക്കെ അങ്ങ് സ്റ്റേഷൻ ചെന്നിട്ട് ഇവനെ ഇനി അങ്ങ് മറന്നേക്ക്. ദേവി, ഒന്ന് നിന്നെ. എന്റെ സ്വപ്നങ്ങളെ നിങ്ങൾ തകർത്തത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളാണോ പരീക്ഷ പാസ്സാവാതെ വ്യാജ ഐഡി ഉപയോഗിച്ച് വക്കീലാണെന്നും പറഞ്ഞ് നടന്നിരുന്നത്? എല്ലാം നോക്കണ്ടേ എന്റെ മോളെ? അതെങ്ങനെയാ? എന്നെ തോൽപ്പിക്കാനുള്ള തിരക്കിനിടയിൽ വന്നവൻ ആരാണെന്നും അവന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും അന്വേഷിക്കാനുള്ള സമയം കിട്ടിക്കാണില്ല അല്ലേ? എന്തായാലും മോശമായിപ്പോയി. കൊള്ളാവുന്നൊരു ഓഫീസിന്റെ ഉദ്ഘാടനം കാണാന്ന് വിചാരിച്ചു വന്നതാ. ഞങ്ങളെ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ നീ. ഈ അറസ്റ്റ് കാണാനല്ലേടി നീ വന്നത്? എന്നെ ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നോ നീ? ശരത്ത് അപ്പോഴേ പറഞ്ഞത് നീ എന്തെങ്കിലും കൊനിഷ്ഠ ഒപ്പിച്ചിട്ടുണ്ടാവുന്നു. അത് കണക്കിലെടുക്കാതിരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ചന്ദ്രേ, നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഉദ്ദേശശുദ്ധിയില്ലാത്തതാ. അതെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം, നന്മയുണ്ടായിരിക്കണം. നീ അങ്ങനെയല്ല ഒന്നും ചെയ്യാറ്. ഈ ഓഫീസ് നീ ഇട്ടതുപോലും നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയല്ല, സിദ്ധുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇന്ന് പോലും നീ സിദ്ധുവിനെതിരെ സംസാരിച്ചല്ലോ. ഇങ്ങനൊരു മാനസികാവസ്ഥയുള്ള ഒരാള് രക്ഷപ്പെടും നിനക്ക് തോന്നുന്നുണ്ടോ? മതിയടി എന്നെ പഠിപ്പിച്ചത്. ഇന്നത്തെ ഈ ദിവസം നശിച്ചു എന്ന് കരുതി എല്ലാം അവസാനിച്ചതൊന്നും ആരും വിചാരിക്കണ്ട. ഈ ഓഫീസ് ഞാൻ പൂട്ടാനൊന്നും പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത് നടത്തും. വാടക കൊടുത്ത് മുടിയൊന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അതൊക്കെ നിന്റെ ഇഷ്ടമാ. എന്ത് വിവരക്കേടും നിനക്ക് ചെയ്യാം. ചന്ദ്ര, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? ചിലപ്പോൾ ആ പരാതി സത്യമല്ലെങ്കിലോ? അതെ, അതായിരിക്കും ശരി. എങ്ങാനും പരാതി സത്യം അല്ലെങ്കിൽ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. ഈ വെല്ലുവിളിയും ദേഷ്യപ്പെടലും ഒക്കെ അങ്ങ് അവസാനിപ്പിക്ക ചന്ദ്രേ. എന്നിട്ട് സമാധാനത്തോടെ ചിന്തിച്ചു നോക്ക്. വിഷ്ണുവിനെ തെരഞ്ഞെടുത്ത ഞങ്ങളല്ലല്ലോ. വിഷ്ണു LLB പാസ്സാവാതിരുന്നതിനുള്ള കാരണവും ഞങ്ങളല്ല. അവൻ വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാനുള്ള കാരണവും ഞങ്ങളല്ല. എന്നിട്ടും എന്തിനാ നീ ഞങ്ങളോട് ചാടുന്ന? നീ സ്റ്റേഷനിലേക്ക് ചെല്ലേ, എന്നിട്ട് അവനോട് കയർക്ക്. അവനല്ലേ തെറ്റുകാരൻ, അവനല്ലേ നിന്നെ ചതിച്ചത്. അപ്പൊ അവനോടല്ലേ നീ ചോദിക്കേണ്ടത്? അതല്ലേ അതിന്റെ ഒരു ന്യായം? ശരി, അതല്ലേ? ഒട്ടും രാശിയില്ലാത്ത കൈയാണല്ലോ തങ്കച്ചി നിങ്ങളുടെ. നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ പ്രശ്നമാണല്ലോ. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? നീ പറഞ്ഞേട്ട തോന്നുവല്ലോ ഞാനാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഓഫീസ് തുടങ്ങിയതെന്ന്. ഓഫീസ് തുടങ്ങിയ തങ്കച്ചിയല്ല, പക്ഷേ അതിനു വേണ്ട സകല പിന്തുണയും കൊടുത്തത് നിങ്ങൾ തന്നെ. എത്ര കാശ് കൊടുത്തു? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ഈ ഓഫീസ് പൂട്ടിപ്പോയാലും എനിക്കൊന്നുമില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല.
കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു വാങ്ങാനും എനിക്കറിയാം. ജയശങ്കർ സാറിന് കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയല്ലോ അല്ലേ? കളിയാക്കണ്ട, ഞാനത് തിരിച്ചു വാങ്ങിച്ചിരിക്കും. തങ്കച്ചിയെ പോലുള്ള ആളുകളാ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകാരെ പ്രോത്സാഹിപ്പിക്കുന്നത്. സാരമില്ല, പോലീസ് വിങ് സ്ട്രോങ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ അകത്താവുകയും ചെയ്യും. തങ്കച്ചി അകത്തു പോവും. എന്തിന്? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. ആ പിന്നെ പോകുന്നതിന് മുൻപേ ഇവിടേക്കൊന്ന് അടിച്ചു വാരിയിട്ട് പോണോട്ടോ. എന്തായാലും വന്നതല്ലേ. അച്ഛാ, അച്ഛാ, അച്ഛൻ അറിഞ്ഞോ ആ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു? ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഇടയ്ക്കായിരുന്നു സംഭവം. വിഷ്ണുവേ വ്യാജനായിരുന്നു അച്ഛാ, വ്യാജൻ. അവൻ പരീക്ഷ പാസ്സായിട്ടില്ലെന്ന് കള്ള സർട്ടിഫിക്കറ്റാ. എന്നിട്ടാണ് അവൻ കോടതി കയറി വാദിച്ചത്. ഇപ്പൊ അതിനുള്ള ശിക്ഷയും കൂടി കിട്ടും. ഓ ദൈവമേ, എനിക്ക് ആ കാഴ്ച കാണാനൊന്നും പറ്റിയില്ലല്ലോ. സിദ്ധുവും ദേവികയും കൂടെ അവരുടെ ഉദ്ഘാടനത്തിന് പോയിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റി. അല്ല, ഇപ്പൊ എങ്ങനെ ഈ വിവരം പുറത്തു വന്നത്? ഇവൻ വ്യാജനാണെന്നുള്ള കാര്യം വന്നതായിരിക്കില്ല അച്ഛാ, വരുത്തിയതായിരിക്കും. പിന്നില് സിദ്ധുവും ദേവികയും തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ അവർ ഇത്ര ധൈര്യത്തിൽ ഉദ്ഘാടനത്തിന് പോയത്. അവർക്കറിയായിരുന്നു ഇന്ന് ഉദ്ഘാടനം നടക്കില്ലെന്ന്. എന്നെ കൂടി വിളിക്കായിരുന്നു അവർക്ക്. വിളിച്ചാ നീ പോവുമായിരുന്നു? ഒരിക്കലും ഞാൻ പോവില്ല. ഞാൻ പോവില്ലെന്ന് മാത്രമല്ല, അവരെ പോവാനും സമ്മതിക്കല്ല. അത് അവർക്കും അറിയാം. അതുകൊണ്ടാ അവരെന്നോട് പറയാതെ പോയത്. അല്ല, വിഷ്ണുവിനെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ അതോ ചന്ദ്രയുണ്ടോ? അവളെ തൊട്ടിട്ടൊന്നുമില്ല. അവളെ കൂടെ കൊണ്ടുപോകണമായിരുന്നു. ആ അതിനി സമയമുണ്ടല്ലോ. എന്തായാലും ഉദ്ഘാടനം പൊളിച്ച് കയ്യിൽ കൊടുത്തു. എന്തുവായിരുന്നു നെകളിപ്പ്. കുറച്ച് ദിവസമായിട്ടേ നിലത്തൊന്നും ആയിരുന്നില്ല അവള്. ആ നെകളിപ്പ് അങ്ങ് തീർന്നു. സന്തോഷിക്കാൻ വരട്ടെ മോളെ. അവരാ ആളുകള് ചെയ്തത് സിദ്ധുവോ ദേവിയോ ആണെന്ന് അറിഞ്ഞാൽ അവർ തിരിച്ചെന്തെങ്കിലും ചെയ്യും. അതിന് അവൻ പുറത്തു വന്നിട്ട് വേണ്ടേ ആ വിച്ചിനും. ചെറിയ കേസൊന്നും അല്ല അച്ഛാ, കോടതിയെ പറ്റിച്ച കേസാ. ജാമ്യം കിട്ടാനേ കുറച്ച് ബുദ്ധിമുട്ടും. എന്തായാലും കരുതിയിരിക്കാൻ പറ സിദ്ധുവിനോടും ദേവികയോടും. അതിന് ഇതിന്റെ പിന്നിൽ ഇവരാണെന്ന് ആർക്കും അറിയില്ല അച്ഛാ. ഇനി അറിഞ്ഞാലും വരാനുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും സിദ്ധു ഓരോന്നിന് ഇറങ്ങിത്തിരിക്കുന്നത്. അച്ഛൻ പേടിക്കൊന്നും വേണ്ട. ഇത്രയും കാലം അവരുടെ കാലമായിരുന്നു. ഇനി ഇപ്പൊ നമ്മുടെ കാലം.